നമസ്കാരം. വി സതീശനെ പൂട്ടിയാൽ ഒരു 25% ജയിച്ചു എന്നുള്ള തോന്നലാണ് CPM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ ഉള്ളത് എന്ന് തോന്നുന്നു. ഇപ്പൊ സതീശനെതിരെയാണ് പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയും അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ വെറുതെ പറഞ്ഞതൊന്നുമല്ല, പറയിപ്പിച്ചതാണ് എന്ന് കേൾക്കുന്നവർക്കൊക്കെ തന്നെ മനസ്സിലാകും. പറവൂരിൽ സതീശനെ വീഴ്ത്തുക, പൂട്ടുക, അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ടുകാലത്ത് കാലാകാലങ്ങളായി ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന ഒരു ഉറച്ച മണ്ഡലമായിരുന്നു പറവൂർ അസംബ്ലി മണ്ഡലം. അതിനുശേഷം വി സതീശൻ അവിടെ മത്സരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ തന്നെയാണ് സതീശന്റെ ആ ഒരു ജനകീയത, അങ്ങനെ പറയുക തന്നെ വേണം, ജനകീയത മനസ്സിലാക്കി ഈ പറവൂർ മണ്ഡലം സതീശനൊപ്പം നിന്നത്, കോൺഗ്രസിനൊപ്പം നിന്നത് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സതീശനൊപ്പം നിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കുക, സതീശനെ തകർത്ത് എങ്ങനെയെങ്കിലും UDF-ന്റെ മുനയൊടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് CPM പയറ്റാൻ ഒരുങ്ങുന്നത്, ഇപ്പോൾ പയറ്റി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. നമ്മള് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയങ്ങൾക്കോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ രീതികൾക്കോ UDF രാഷ്ട്രീയത്തിനോ ഒന്നും നമ്മൾ പിന്തുണ പറയുകയല്ല. പക്ഷേ വി സതീശനെ പറവൂര് തോൽപ്പിക്കണമെങ്കിൽ അല്പമെന്നല്ല, നന്നായി കഷ്ടപ്പെടേണ്ടി വരും എന്ന് CPM-ന് അറിയാം. അതിനു വേണ്ട വേലയാണ് ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ട ചരടുവലികളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വി സതീശൻ പറയുന്നുണ്ട്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്ന് ഞാൻ പറയുന്നില്ല, ആണ് എന്ന് ഞാൻ പറയുന്നില്ല. KC വേണുഗോപാലിന് പറയാം അദ്ദേഹമല്ല, അല്ലെങ്കിൽ അദ്ദേഹം ദേശീയ നേതാവാണ്. അപ്പം ഞാൻ സംസ്ഥാനത്തെ നേതാവാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്, എനിക്ക് മുഖ്യമന്ത്രി ആവാൻ മേലായി എന്നുമില്ല. 7 പേരാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടക്കുന്നത് എന്നാണ് പറയുന്നത്. സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല, K സുധാകരൻ, സണ്ണി ജോസഫ്, KC വേണുഗോപാല്, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂര്, ഇത്രയും പേരാണ് നടക്കുന്നത് പറയുന്നത്. എന്തായാലും സതീശനെ ലക്ഷ്യം വെച്ചുള്ള, സതീശനെ വീഴ്ത്താൻ ഉറപ്പിച്ചുള്ള നീക്കങ്ങളാണ് CPM നടക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടതുപക്ഷത്തിന് എതിരാകുന്നു എന്ന സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകി. അതിനെ മറികടക്കാൻ 2 ഹൈന്ദവ സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിന് ഓരം ചേർന്ന് നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ്, NSS-ഉം SNDP-യുമായിട്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സതീശനെ തകർക്കുക, വി സതീശനെ തകർക്കുക, പറവൂരിൽ ഇയാളെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ട എല്ലാ ചരടുവലികളും നീക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ട എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിലെത്തിയാൽ വി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാകണം എന്ന നീട്ടിയെറിയലും ഒക്കെ തന്നെ ഈ ഒരു തന്ത്രങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നു. രമേശ് ചെന്നിത്തലയടക്കം മറ്റ് നേതാക്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചത് എന്നത് കോൺഗ്രസിന് കൂടി തലവേദന സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. അതായത് കോൺഗ്രസിനെ ഉള്ളിൽ നിന്നും ഭിന്നിപ്പിച്ച് സതീശനെ തകർക്കാൻ, അതുവഴി ഇടതുപക്ഷത്തിന് CPM-ന് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമാണ്, വൃത്തികെട്ട കളികളും വൃത്തിയുള്ള കളികളും എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത കളികളും ഒക്കെ പലതും നമുക്ക് കാണേണ്ടി വരും. കേരളത്തിലെ ജനങ്ങൾ ഇതിലപ്പുറവും കണ്ടവരാണ്, എന്തെല്ലാം രാഷ്ട്രീയ നാടകങ്ങളും കളികളും കണ്ടവരാണ്. എന്തായാലും സതീശനായിട്ടുള്ള ഏറാണ് ഇപ്പോൾ നടക്കുന്നത്, വ്യാപകമായ ഏറ് നടക്കുന്നു. ഒപ്പം കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് എന്ന് വ്യക്തം.